ഹായ് കുട്ടികളെ, സുപ്രഭാതം. എല്ലാവർക്കും സുഖമല്ലേ? പഠിക്കുന്നുണ്ടോ? ഈ വീഡിയോ ഒക്കെ ക്ലിപ്പിങ്ങൊക്കെ ഇട്ട് തന്നിട്ട് പഠിച്ചില്ലെങ്കിൽ യാതൊരു കാര്യം കേട്ട മക്കളെ. എല്ലാവരും നന്നായി പഠിക്കണം. ഒന്ന് രണ്ട് പേരൊക്കെ ഇന്നലെ വിളിച്ചിരുന്നു. ദേവിക ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. അതുപോലെ അനന്തു ഇന്നലെ വിളിച്ചു. അനന്തിൻ്റെ അമ്മ കൂടി വിളിച്ചിരുന്നു. പിന്നെ നമ്മുടെ ആദർശിൻ്റെ അമ്മ വിളിച്ചിരുന്നു. ആദർശ് പിന്നെന്തോ കുന്നംകുളത്തെ വിളിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിക്കണം, പഠിക്കണം, ശരിയായ രീതിയിൽ നല്ല മൂവ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്തെടുക്കണം. അതിലേക്ക് ഇന്ന് രണ്ട് സെപ്പറേറ്റ് ക്ലിപ്പിങ്ങാണ് ചെയ്യുന്നത്. ഒന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ തുടർച്ചയായ ഭാഗവും, പിന്നെ ഒന്ന് പോളിനോമിൻ്റെ ഭാഗം. രണ്ടായിട്ടാണ് കേട്ടോ. പിന്നെ മുസ്ലിം കുട്ടികളൊക്കെ നോമ്പ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് സൗകര്യപ്പെടുന്ന സമയം ഈ വീഡിയോ ക്ലിപ്പിംഗ് ആണ്. ഈ വീഡിയോ ക്ലിപ്പിംഗ് കാണുമ്പോൾ നോട്ട്ബുക്കും ടെക്സ്റ്റും കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. റിവിഷൻ ബുക്ക് പറയുമ്പോൾ അത് പറയാം. അപ്പോൾ അത് കൊണ്ടുവന്ന് എടുത്ത് വെച്ച് കണക്ക് ചെയ്ത് പിടിക്കണം. എനിക്ക് പറയുന്ന ഓരോ കാര്യങ്ങളും അത്യാവശ്യ ഭാഗങ്ങൾ പോസ് ചെയ്ത് നിർത്തി ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വഴിക്കണക്കിൻ്റെ ഭാഗത്തെടുക്കാം. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അതിൻ്റെ സൊല്യൂഷനായിരുന്നു. അപ്പോൾ സൊല്യൂഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു x+2 എന്നെടുക്കാം. x+2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 വന്നാൽ നമുക്ക് ചെയ്യാറിയാലോ. x+2 ഹോൾ സ്ക്വയർ ഈസ് 25 വന്നാൽ നമുക്ക് ചെയ്യാറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ x+2 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റ് കിട്ടണം. അല്ലെങ്കിൽ നമുക്കറിയാം x² + 5x + 6 = 0. ഈ ഫോർമാറ്റ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? b² - 4ac ഡിസ്ക്രിമിനന്റ് കണ്ട് നെഗറ്റീവ് b +1 - √b² - 4ac² എന്നുള്ള ഫോർമാറ്റ് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാം. അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരു ഫോർമാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീർന്നു. ചില ഉദാഹരണം മാത്രം, വളരെ കുറഞ്ഞ ടൈമാണ് ഇതിനെടുക്കുന്നുള്ളൂ വഴി കണക്കായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ കൂടുതൽ ചോദ്യങ്ങൾ വരും വഴി കണക്കായിട്ടാണ്. പ്രോബ്ലം എന്നൊക്കെ പറയുന്ന മെത്തേഡാണ്. ഒന്ന് രണ്ട് ഉദാഹരണം നമ്മൾ റിവിഷൻ ബുക്കിൽ കുറച്ച് സ്റ്റെപ്പുകളായിട്ട് ഒരു 9 10 എണ്ണങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. Product of two consecutive natural numbers is 110. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. സം ഓഫ് ടു കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ. അപ്പോൾ നാച്ചുറൽ നമ്പർ എന്താണ് എന്നുള്ളത് നമുക്കറിയണം. തുടർച്ചയായ രണ്ട് നിസ്സർഗ സംഖ്യകളുടെ ഗുണനഫലം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? one number is x. Next number on next other number. അത് ഒരു നമ്പർ എക്സ് ആണെങ്കിൽ തൊട്ടടുത്ത നമ്പർ നാച്ചുറൽ നമ്പർ പ്രത്യേകം എന്താ? 1 2 3 4 അങ്ങനെയല്ലേ വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 ആണ് അതിന് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ എക്സ് കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം ചെയ്യുന്നത് x+1. ഇത് പ്രൊഡക്റ്റ് എന്ന് പറയും. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. x × x+1 ഈസ് ഈക്വൽ ടു 110 എന്ന് പറയും. വളരെ സിമ്പിൾ കാര്യമാണ്. അപ്പോൾ ഈ ഫോർമാറ്റ് ഇവിടെ സ്ക്വയർ വന്നിട്ടില്ല. നമ്മൾ സ്ക്വയർ, അതായത് സെക്കൻഡ് ഡിഗ്രി ആകണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ x × x ഗുണിച്ചാൽ എന്ത് കിട്ടും? x². വീണ്ടും ഇതിന് 1 ഗുണിച്ചാൽ എന്ത് കിട്ടും? +x ഈസ് ഈക്വൽ ടു 110. ഓക്കെ, ഇത് കിട്ടിയല്ലോ. ഒന്നുകിൽ ഇത് b 1/2 ആയി എടുത്ത് കൊടുത്ത് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ? x² + x 110 ഇങ്ങോട്ട് വന്നാൽ -110 ഈസ് ഈക്വൽ ടു 0 ആയി. b² - 4ac ചെയ്യും. ഇതുവരെ പറഞ്ഞതിലൂടെ ബാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. b² മാത്രമേ പറഞ്ഞത്. ഇവിടെ ഈ ഭാഗം വരെ പറഞ്ഞു തരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇതിന് എന്ത് ചെയ്യും? b² - 4ac ഫോർമാറ്റ് ചെയ്ത് b എന്നത് 1. അപ്പോൾ 1² -4 × a 1 × -10. അപ്പോൾ 1² -40. അപ്പോൾ നെഗറ്റീവ് 40 കിട്ടി ഇവിടെ. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മൾ ഇവിടെ 10 കിട്ടും. സോറി, 110. അപ്പോൾ 4 -140. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് രണ്ടും ചിഹ്നം മാറ്റി കൂട്ടണം. അപ്പോൾ
1 plus positive 440 is equal to 441. അതായത് നെഗറ്റീവ് ബി പ്ലസ് 1 മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2a. ഒരെണ്ണം മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. നെഗറ്റീവ് ബി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 1 പ്ലസ് മൈനസ് റൂട്ട് 441 ബൈ 2 into 1. Negative 1 plus 21 by 2. അപ്പോൾ 20 by 2. Negative 1 plus 21 by 2. Plus or minus ഉണ്ട് 20. അപ്പോൾ നെഗറ്റീവ് 1 21 ആകുമ്പോൾ ഡിഫറെന്റ് സൈൻ ആണ്. വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പോൾ 20 കേട്ടോ. 20 by 2 is equal to 10. ഓക്കെ. നെഗറ്റീവ് വാല്യൂ നമുക്ക് എടുക്കേണ്ട ഇല്ല. നെഗറ്റീവ് വാല്യൂ ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ബിക്കോസ് നെഗറ്റീവ് നമ്പർ ഇസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ ഇനിയുള്ള കണക്കുകളിൽ ഈ ഫോർമാറ്റ് വരെ പറയുള്ളൂ. എല്ലാ കണക്കില്ലാതെ കുറച്ച് നേരം 10 മിനിറ്റ് വീഡിയോ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ. ഇനി മറ്റൊന്ന് നോക്കൂ. പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ. തുടർച്ചയായിട്ട് ഒറ്റ സംഖ്യയോട് ഗുണനം. ഒറ്റ സംഖ്യകൾ നമുക്ക് നോക്കാം. പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ഈസ് 99 എടുത്തു. അപ്പോൾ 1 നമ്പർ എക്സ്, നെക്സ്റ്റ് എക്സ്. ഓഡ് നമ്പർ വ്യത്യാസം എത്രയ്ക്കാ? 1 3 5 അല്ലേ? 1ൽ നിന്ന് 3ലേക്ക് എത്ര വരും വ്യത്യാസം? 2. അപ്പം 2 വരുമ്പോൾ ഇവിടെ എത്ര ആഡ് ചെയ്യണം? എക്സിലൂടെ 2 ആഡ് ചെയ്യണം. എക്സ് പ്ലസ് 2. പ്രൊഡക്റ്റ് പറയുന്നത് എന്താ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എന്താ വരിക? നമുക്കവിടെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ 99 പറയാൻ പറ്റും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 99. ഓക്കെ. ഇത് പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡ് ചെയ്യാൻ എളുപ്പം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2x അല്ലേ? 2ab പകരം 2x ആണ്. a 1 ആണ്. b 2 by 2 1 കിട്ടും. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 99 പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100. ഓക്കെ. ബാക്കി നിങ്ങൾ ചെയ്യാം കേട്ടോ. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് 100. ഇത് നമ്മുടെ ഇവിടെ റൂട്ട് 100 ഈസ് ഈക്വൽ 10 കിട്ടും. പിന്നെ 1 കൊണ്ടുപോയിട്ട് ഒരു നമ്പർ കിട്ടാം. 2 എണ്ണം ചോദിച്ചിട്ടുണ്ട്. ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടും. അതിലൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാം. അപ്പോൾ ഒരെണ്ണം നമുക്ക് 9 ആണ് കിട്ടുന്നതെങ്കിൽ അടുത്തത് 9 പ്ലസ് 2 11 കൂടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. 9 ആൻഡ് 11 എന്നിങ്ങനെ എഴുതാം. 9 ആൻഡ് 11 ആർ ദി കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത കണക്കിലേക്ക് നോക്കിയിരിക്കാം. പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ചോദിച്ചു. പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് 120 എന്ന് പറഞ്ഞു. ഒരു നമ്പർ എക്സ് തന്നെ. ഈവൻ നമ്പറിന്റെ ഡിഫറൻസ് എത്രയും വരും? 2 4 6 വരുമ്പോൾ എത്ര വരെ? 2. ആ 2 കൂടെ കൂട്ടി. അപ്പോൾ ഓഡ് നമ്പറിനും അങ്ങനെ തന്നെയാണ്, ഈവൻ നമ്പറിന് അങ്ങനെ തന്നെയാണ്. പ്രൊഡക്റ്റ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 120. നോക്കൂ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് ഈസ് ഈക്വൽ ടു 120. ഇത് b2 ആണല്ലോ. 2abക്ക് പകരം ഇവിടെ 2 വന്നിട്ട് b2 by 2 1 വരും. അങ്ങനെ വരുമ്പോൾ b സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ 120 പ്ലസ് 1 സ്ക്വയർ. ഈ ഭാഗം കരിക്കാൻ പറഞ്ഞു തന്നുകൊണ്ടാണ് അധികം വിശദീകരിച്ച് തരാത്ത കേട്ടോ. ശ്രദ്ധിച്ചോടാ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ 121. എക്സ് പ്ലസ് 1 ഈസ് റൂട്ട് 121 11. എക്സ് പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോൾ എത്ര കിട്ടും? 11 മൈനസ് 1 10. ആ 10 ഒരെണ്ണമാണ്. അടുത്ത് പ്ലസ് 2 കൂട്ടിയ 12 കിട്ടും. ഓക്കെ. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട കണക്ക്. ഇതൊക്കെ വളരെ എളുപ്പത്തിലുള്ള കണക്കുകളാണ്. പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവല്ലോ. അതായത് വളരെ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ വരാം കേട്ടോ. ആലോചിച്ച് നമ്മൾ ഉത്തരത്തിലേക്ക് കടക്കണം. അതിന് അനേകം ക്വസ്റ്റ്യൻസ് നമ്മൾ റിവിഷൻ ബുക്കിലുണ്ട്. പിന്നെ കൂടാതെ മറ്റു കണക്കുകളും റെഫറൻസ് ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയാണ്. പ്രധാനപ്പെട്ട 2 കാര്യം എന്ന് പറയാം. അതിലൊക്കെ പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈക്വൽ ടു ടൈം എന്ന് പറഞ്ഞൊരു കണക്ക് ഓർമ്മയുണ്ടോ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈക്വൽ ടു ടൈം. ദൂരം ബൈ വേഗത സമയം അല്ലേ?
ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു, അയാളുടെ വാഹനത്തിന്റെ വേഗത ഇത്ര വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇത്ര നേരത്തെ അവിടെ എത്താമായിരുന്നു എന്നതാണ് നമുക്ക് ഒരു കണക്ക് ജസ്റ്റ് കണക്ക്. അപ്പോൾ ഫോർമുല ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈക്വൽ ടു ടൈം. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈക്വൽ ടു ടൈം അത് നമ്മൾ സാധാരണ നിരന്തരമായി ചെയ്യുന്ന ഒരു കണക്കാണ്. നമുക്കിപ്പോൾ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് 300 കിലോമീറ്റർ ദൂരമുണ്ടെന്ന് സങ്കല്പിക്കാം. ഒരാൾ ഒരു വാഹനത്തിൽ ഒരേ സ്പീഡിൽ ഇങ്ങനെ സഞ്ചരിച്ചു. If he increased 10 km/h, അവൻ്റെ വേഗത 10 കിലോമീറ്റർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ he can save 1 hour in this journey. ഈ ജേണിയിൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A person travels from Thrissur to Tirunelveli with constant speed. If the speed of his vehicle increased by 10 km/h, he can save 1 hour. Then what is the original speed of this vehicle? നമ്മളവിടെ ചെയ്യുന്ന നമുക്ക് ജസ്റ്റ് വേഗം അവസാനിപ്പിക്കാം. നമുക്ക് ഫോർമുല സ്പീഡ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈക്വൽ ടു ടൈം എന്നാണ് കിട്ടുക. ടൈം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഡിസ്റ്റൻസ് അറിയാം 300 കിലോമീറ്റർ. സ്പീഡ് നമുക്കറിയില്ല, അതാണ് കണ്ടത് ഞാൻ കൊടുത്തു. ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമില് ഡിസ്റ്റൻസ് സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം കിട്ടുമല്ലോ. അപ്പം 300/x ചെയ്താൽ ഫസ്റ്റ് സമയത്തുള്ള ടൈമാണ്, ഫസ്റ്റ് ഫേസിലെ ടൈമാണ്. വീണ്ടും സെക്കൻഡ് ടൈം ആ സ്പീഡ് കൂട്ടി, സ്പീഡ് എന്തായി വന്നു, സെക്കൻഡ് ടൈമിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു എക്സിലൂടെ 10 കൂട്ടി. ദെൻ ടൈം എന്തായി വന്നു 300/x പ്ലസ് ടൈം. ഇതാണ് ടൈം. ഇതൊരു ടൈം, ഇതൊരു ടൈം. T1 T2 വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. T1 T2 നോക്കൂ, ഇത് ടൈമാണ്. ഏത് ടൈമാണ് കൂടുതൽ വരിക? കൂടുതൽ സമയം എടുക്കാതെ ഈ ടൈമാണ് കൂടുതൽ എടുക്കുക. ഇവിടെ +10 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കൂടുതലല്ല. ഇത് സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയുക ചെയ്യുക. അതുകൊണ്ട് ഇതാണ് ടൈം കൂടുതൽ വരിക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർമാറ്റ് മാറ്റിയിട്ട് T1 - T2 എന്നത് 300/x - 300/x plus 10. ഈ ടൈമിൽ ഈ ടൈം കുറച്ച് കഴിഞ്ഞാൽ ഈ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഒരു നിശ്ചയ സമയത്തെത്തും. ഈ സ്പീഡിൽ പോവുകയാണെങ്കിൽ അതിനേക്കാൾ 1 മണിക്കൂർ നേരത്തെ, അതാണ് സേവ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഈക്വൽ ടു 1. ഇനി നമുക്കിതിനെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യാം. 300 × x plus 10 - 300 × x. ഇതിനെ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു. ബൈ ഇത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തു. x × x plus 10 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 300x വരിക 300x പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 3000. അപ്പോൾ 300x. നമുക്കിവിടെ -300x by x into x plus 10 x square plus 10 x is equal to 1. ഈ 300x ക്യാൻസൽ 0 ആണ്. ഇനി x സ്ക്വയറിനെ ഇതുമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും x സ്ക്വയർ പ്ലസ് 10x ഈക്വൽ ടു തോന്നുന്നു 3000 കഴിഞ്ഞു നമ്മുടെ കുഴപ്പമില്ല. ഇനി നോക്കൂ, ഇത് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടിൻ്റെ ഇവിടെ എക്സ്ട്രാ ബോർഡ് കാണുമെന്ന് എനിക്കറിയില്ല, എന്നാലും കാണുന്നു വിചാരിക്കുന്നു. x സ്ക്വയർ പ്ലസ് 10x ഈസ് ഈക്വൽ 3000 എന്ന ഫോർമാറ്റ് വന്നു. ദിസ് ഇസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇത് പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡ് ചെയ്യാൻ കാരണം എന്താ, എക്സിന്റെ കോഫിഷ്യന്റ് 10 ഈവൻ നമ്പർ അല്ലേ, വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 10/2 5 കിട്ടും. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 5 സ്ക്വയർ എഴുതിയിട്ട് ഇവിടെ 3000 പ്ലസ് 5 സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ x പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3025 കിട്ടും. 3025 കിട്ടും. അപ്പോൾ അത് x പ്ലസ് 5 ഈസ് ഈക്വൽ റൂട്ട് 3025 കിട്ടും. 30 അല്ലേ, 5 5 25 5 30. അപ്പോൾ അത് കിട്ടും 5 5 25 5 55 കിട്ടും. 55 ഈ 5 മൈനസ് 55 50 കിലോമീറ്റർ പെർ അവർ ആണ് യാത്രയിൽ വരും. ഇത് ഒരു കണക്ക്.
ഇനി വേറൊരു കണക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടത് മറ്റുള്ളതാണ്. ഇതേപോലെയുള്ള ഒരു ഫോർമാറ്റ് നമുക്ക് അധിക സ്പീഡിൽ പറഞ്ഞാൽ കുഴപ്പമില്ല, കാരണം നിങ്ങൾക്കത് റിവൈൻഡ് ചെയ്ത് കാണാമല്ലോ. അതുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത്. ഇന്നിപ്പോൾ ചിരിക്കാനൊന്നും വയ്യ, സമയമില്ല, അതുകൊണ്ടാണ് വേഗത്തിൽ വേഗം ചെയ്യുന്നത്. കുട്ടികളൊക്കെ പഠിക്കണണ്ട, അതൊക്കെ അങ്ങനെ ബുദ്ധിമുട്ട് പറയുന്നതല്ല. നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ നന്നായി എടുത്തു കഴിഞ്ഞു, എന്നിട്ടും നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. ഇന്നലെ ഒരു കുട്ടിയുടെ അമ്മ വിളിച്ച് പറഞ്ഞു, മാഷെ ഇങ്ങനെ ക്ലാസ്സിൽ വലിയ സന്തോഷമായി, കുട്ടികളൊക്കെ അത് കാരണം പഠിക്കുന്നുണ്ട്, ഇതുവരെ ബുക്ക് തുറന്നു വയ്ക്കുന്നില്ല, വലിയ ക്ലാസ് എടുത്തപ്പോൾ അവർക്ക് ഇന്ന ഭാഗങ്ങൾ പഠിക്കുന്നു തോന്നി, അങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയൊരു മെറിറ്റ് അല്ലേ. ഒരു കുട്ടിയെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഗുണം. അപ്പം മറ്റുള്ളവർ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു കുട്ടി ചെയ്തിട്ടുള്ള ആ മോണിറ്റർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഒരു കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ചെയ്തതിന് നമ്മൾ അനുകരിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളെല്ലാ കുട്ടികളും നല്ലവരാണ്. കുറേ പേര് എനിക്ക് മെസ്സേജ് ഇങ്ങനെ, കുറച്ച് പേര് മാത്രമാണ് അതിൽ അത്രയ്ക്ക് അങ്ങോട്ട് മെസ്സേജ് ഒന്നും വായിക്കാതിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ആക്കണ്ട, പഠിക്കുന്നവർ പഠിക്കും. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊന്നും കൂടെ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടാവും. അതായത് ടോട്ടൽ പ്രൈസ് ബൈ പ്രൈസ് ഓഫ് വൺ ഐറ്റം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഐറ്റം എന്ന് പറഞ്ഞ കുറച്ച് ചോദ്യമുണ്ട്. ടോട്ടൽ പ്രൈസ് ബൈ പ്രൈസ് ഓഫ് വൺ ഐറ്റം ഈസ് ഈക്വൽ നമ്പർ ഓഫ് ഐറ്റം. ഇപ്പോൾ കുറച്ച് വസ്തുക്കൾ വാങ്ങിച്ചു, നെല്ലിക്ക ഒരു 300 നെല്ലിക്ക വാങ്ങിച്ചു. ആ കണക്ക് കുഴപ്പം എനിക്ക് ചെയ്തില്ല കേട്ടോ. 300 നെല്ലിക്ക വാങ്ങിച്ചു. ആ 300 നെല്ലിക്കയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് എണ്ണം 300 എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ പ്രൈസ് 300 രൂപയാണെന്ന് വിചാരിക്കും. കുറച്ച് ഒരു കിലോ അല്ലെങ്കിൽ കുറച്ച് കിലോ, നമുക്കറിയില്ല എത്ര കിലോ വാങ്ങിച്ചതറിയില്ല. 300 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ പ്രൈസ് ബൈ പ്രൈസ് ഓഫ് വൺ ഐറ്റം, അത് നമുക്ക് എക്സ് കൊടുക്കാം. അപ്പോൾ 300 ബൈ എക്സ് എന്തായി, നമ്പർ ഓഫ് ഐറ്റം അല്ലെങ്കിൽ കിലോഗ്രാം ഓഫ് ഐറ്റം ബൈ. അപ്പോൾ എത്ര കിലോ വാങ്ങിച്ചിട്ടെന്ന് അറിയാൻ വേണ്ടി ചെയ്താൽ മതി. 300 ആണ് ടോട്ടൽ പ്രൈസ് ബൈ പ്രൈസ് ഓഫ് വൺ ഐറ്റം അല്ലെങ്കിൽ ഒരു കിലോയുടെ പ്രൈസ് എക്സ് ആയിരിക്കാം. ഈ സീക്വൽ നമ്പർ ഓഫ് ഐറ്റം. അപ്പോൾ അതുകൊണ്ട് മാത്രം ഉത്തരാവില്ല. പിന്നെ പറയുന്നതാണ്, ഒരിടത്ത് 5 രൂപ കുറഞ്ഞിരുന്നെങ്കിൽ 2 രൂപ കൂടുതൽ കിട്ടിയേനെ. എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. 300 ബൈ എക്സ് മൈനസ് 5, 5 രൂപ കുറഞ്ഞിരുന്നെങ്കിൽ -5 ഈസ് ഈക്വൽ ടു ഒരു കിട്ടും. ഇത് രണ്ടിനും വ്യത്യാസമായിട്ട് നമുക്കിപ്പോൾ 10 അല്ലെങ്കിൽ 2 കിലോ കൂടുതൽ കിട്ടിയേനെ എന്ന് പറഞ്ഞാൽ എന്താവും, 300 ബൈ എക്സ് മൈനസ് 5 എന്നുള്ള വില കുറഞ്ഞതിൽ നിന്നും അല്ലേ, വില കുറഞ്ഞ എണ്ണം കൂടുതൽ കിട്ടും, മൈനസ് 300 ബൈ എക്സ് കുറച്ചാൽ നമുക്ക് 2 കിലോ എത്ര കിട്ടും. അതുമായി ബന്ധപ്പെട്ട കണക്ക് ടെക്സ്റ്റിലുണ്ട്. കുട്ടികൾ മിഠായിയുടെ ഒരു കണക്ക് ഓർമ്മയുണ്ടാവും അല്ലേ, റിവിഷൻ ബുക്കിലുണ്ട്, അത് നിങ്ങൾ നോക്കണം, അതായിരിക്കും പറഞ്ഞു തരുന്നില്ല. ഇനി പ്രധാനപ്പെട്ട ഒരു കണക്ക് എനിക്ക് നോക്കി വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ടാങ്ക് ഓർമ്മയുണ്ടാവും എല്ലാവർക്കും. ഒരു വാട്ടർ ടാങ്ക് നിറയാൻ വേണ്ടിയിട്ട് 2 പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, സിലിണ്ടറിക്കൽ പൈപ്പ്. ആ പൈപ്പിൽ ഒരെണ്ണത്തിന് ഡയാമീറ്റർ കുറവാണ്, ചെറിയ പൈപ്പാണ്, ഒരെണ്ണം വലിയ പൈപ്പാണ്. രണ്ടും കൂടി ഒരുമിച്ച് അത് നമ്മൾ തുറന്നിടാണെങ്കിൽ, ടാപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത്ര സമയം കൊണ്ട് അത് നിറയും. എങ്കിലും ഓരോന്നിനും എത്ര സമയം വേണം? അതേ മോഡൽ കണക്കാണ് അച്ഛനും മകനും കൂടെ ഒരു ജോലിക്ക് പോയി. മകൻ ചെയ്യുന്ന ആ സമയത്തേക്കാളും 2 ദിവസം മുമ്പ് അച്ഛൻ ഒറ്റയ്ക്കാണെങ്കിൽ ജോലി പൂർത്തിയാക്കും. മകൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്തേക്കാളും 2 ദിവസം മുമ്പ് അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്ത ജോലി പൂർത്തിയാക്കും. എങ്കിൽ 2 ആളും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്ര ദിവസം മുമ്പ്, എങ്കിൽ ഓരോരുത്തർക്കും എത്ര എന്നുള്ള ചോദ്യമുണ്ട്. ഈ ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2 pipes are open to a water tank. Then it will be filled by 12 minutes. If the small is only open, the time required to fill the tank is 10 minutes more than the time required to fill that tank open only the large pipe. ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടാവും. സംശയമുള്ളവർ പേജ് നമ്പർ
90 പേജ് നമ്പർ 90 ആ ക്വസ്റ്റ്യൻ ഉണ്ട് ലാസ്റ്റ്. ആ കണക്ക് ശ്രദ്ധിക്കാണ്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എണ്ണം മാത്രം തുറന്നു വെച്ചാൽ രണ്ട് പോലെ ഉണ്ട്. രണ്ടെണ്ണം രണ്ടും തുറന്നു വെച്ചാൽ അപ്പോൾ ദ ടൈം റിക്വയർഡ് അല്ലേ, ദ ടൈം റിക്വയർഡ് to fill the tank opened by large, അത് നമുക്ക് എക്സ് എടുക്കാം, ലാർജ് ടാപ്പ് തുറന്ന് എക്സ് സമയം എടുത്തു. അപ്പൊ സ്മോൾ ആണെങ്കിലോ ഇതിനേക്കാളും ലാർജ് 10 കുറവ് കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിനേക്കാളും 10 മിനിറ്റ് കൂടുതലാണ്. അപ്പൊ എക്സ് പ്ലസ് 10. both are open 12 minutes. both are open 12 minutes. ഇതാണ് ആദ്യത്തെ ഫോർമാറ്റ്. ഇതൊരു റേഷ്യോ ആണ്. ഒന്നാമത്തെ വലുത് തുറന്നത് എക്സ് എടുത്തു, ചെറുത് തുറക്കുകയാണെങ്കിൽ ഇതിനേക്കാളും 10 മിനിറ്റ് കൂടുതൽ വേണം. രണ്ടും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 12 മിനിറ്റോടെതായി. ഇത് റേഷ്യോ കണക്കായതുകൊണ്ട് നാം ചെയ്യുമ്പോൾ നേർക്ക് നേരെ ചെയ്തിട്ട് കാര്യമില്ല. 1/x പ്ലസ് 1/x പ്ലസ് 10 ഈസ് ഈക്വൽ ടു 1/12 എന്നുണ്ട്. മനസ്സിലായോ? ഫോർമാറ്റ് മനസ്സിലായി. ചിലർ നേരെ എക്സ് പ്ലസ് എക്സ് പ്ലസ് 10 12 പല കാര്യം നോക്കാം. ചിലർ 1/x പ്ലസ് 1/x പ്ലസ് 10 എഴുതിയിട്ട് ഈസ് ഈക്വൽ ടു 12. അതിൻ്റെ കാര്യം വളരെ സന്തോഷം. കാരണം ചെയ്യാനുള്ള സമയം ചെയ്യും, മാർക്ക് കിട്ടില്ല. നോക്കൂ, 1/x പ്ലസ് 10 1/12. ഈ 1 ആണ് എപ്പോഴും പ്രശ്നം. അങ്ങനെ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ 12 എഴുതിക്കും. ഇവിടെ 1 കൊടുത്താൽ ആർക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. ഇവിടെ 1/12 കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ഇവിടെ എക്സ് പ്ലസ് 1/x എക്സ് പിന്നെ എക്സ് പ്ലസ് 10 ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ 1/12. ചെയ്യുന്ന എത്ര നോക്കട്ടോ. ഓക്കെ, അപ്പോൾ എക്സ് എത്ര 2x പ്ലസ് 10 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 10x ഈസ് ഈക്വൽ ടു 1/12. ഇനി ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ 12 ഇൻറ്റു 2x പ്ലസ് 10 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 10x. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 10x ഈസ് ഈക്വൽ ടു 24x പ്ലസ് 10x. x square plus 10x minus 10x is equal to 24 value. The x square is equal to 24 value. x square minus 24x and the total 24x is equal to 0. ഇത് ചെയ്യാനായിട്ട് സൂത്രവാക്യം വേണ്ട, x into x minus 24 ഉപയോഗിച്ചാൽ മതി. അപ്പോൾ x0 x minus 24 x is equal to 24 ഇങ്ങനെ ഉണ്ടാവും. x into x minus 24 equal to 0 എന്ന 0 ഫാക്ടർ ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട്. ഒന്നുകിൽ x 0 അല്ലെങ്കിൽ x minus 24 0. x minus 24 0 ആണ്. x എത്ര 24. ഒരു ടാപ്പ് പറഞ്ഞിട്ടാണെങ്കിൽ 24 മിനിറ്റ് വേണം. മറ്റേതാണല്ലോ 34 മിനിറ്റ് വേണം. രണ്ട് തുറക്കാണെങ്കിൽ 12 മിനിറ്റ്. ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. ഇതെനിക്ക് സ്പീഡ് പറഞ്ഞാലും നിങ്ങൾക്ക് വീഡിയോ ഉണ്ട്, ബോർഡ് വായിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് അത് സ്ലോ ചെയ്തിട്ടോ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും കേട്ടോ. എനിക്ക് വേഗത ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ഈ കണക്കുകൾ മാത്രമാണ് എനിക്ക് ഇതിൽ ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കണക്കുകളുണ്ട്, അത് നിങ്ങൾ ഈ പാഠം ഒന്നും കൂടെ നോക്കിയതിന് ശേഷം പറയാം. അതായത് ഓർമ്മ ഉണ്ടാവല്ലോ, ഒരു സ്ക്വയർ പേസ് ഇത് നോക്കൂ. ഓർമ്മ ഉണ്ടാവും, ഇങ്ങനെ 4 ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗമുണ്ട്. ഇതിപ്പോൾ എത്രയാണ് നമ്മൾ ചോദിക്കുന്നൊരു പ്രശ്നം ഉണ്ട്. ഇവിടെ മൊത്തം ഇത് നമ്മൾ എക്സ് എടുത്ത് 2 ആണെങ്കിൽ 2 ഇപ്പോൾ എക്സ് മൈനസ് ഒരു കണക്കുകൾ. ഈ കണക്കുകൾ അതുപോലെ തന്നെ ഒരു ചതുരത്തിൻ്റെ ഉള്ളിൽ വേറൊരു ചതുരം വന്നിട്ട് നമുക്കറിയാമല്ലോ വീതി എക്സ് എടുക്കണം. ഇത് മൊത്തം 30 ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ 20 ഉണ്ട്, ഇത് 30 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഭാഗത്ത് 30 - 2x ആണെന്ന്. ഇവിടെ
ഈ സൈഡ് 20-2x എന്നൊക്കെ ബോർഡ് കാണുന്ന അറിയില്ല. ഇങ്ങനെയുള്ള കണക്കുകളുണ്ട് കേട്ടോ. ആ കണക്കുകൾ കുട്ടികൾ സ്വയം നോക്കണം കേട്ടോ. എനിക്ക് ഈ ഭാഗം ഒന്ന് അവസാനിപ്പിക്കുകയാണ്. പോളിനോമിൻ്റെ ഭാഗം എടുക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ ഭാഗത്ത് സംശയം കുറേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെല്ലാവരും വാട്സപ്പിൽ ക്വസ്റ്റ്യനായിട്ട് എഴുതി അയക്കുക. അധികാരിക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരികയോ അല്ലെങ്കിൽ വാട്സപ്പിൽ തന്നെ മറുപടി അയക്കുക ചെയ്യുക കേട്ടോ. എല്ലാവർക്കും എല്ലാ ആശംസകളും. അടുത്ത ക്ലാസ് എടുക്കാനായിട്ട് കുറച്ച് സമയമുണ്ട്. അതുകൊണ്ട് എല്ലാ ആശംസകളും.